അവക്കാഡോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു വലിയ അവക്കാഡോ എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത അവക്കാഡോ വേണം പുഡിങ്ങിനായി യൂസ് ചെയ്യാൻ. ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസിനെ അഗർ അഗർ എന്നും പറയും. ആവശ്യത്തിന് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് ഏകദേശം 1/2 ടിന്നോളം വേണ്ടിവരും. കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് നട്ട്സ്, കാഷ്യൂ നട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3 ഗ്ലാസോളം പാല് വേണം. 3/4 ഗ്ലാസ് വെള്ളം വേണം. ഇത് ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് ഈ അവക്കാഡോ കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തുള്ള സീഡ് മാറ്റാം. സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് എടുത്തിട്ട് മിക്സിയിലോട്ട് ഇടാം. മൂന്ന് ഗ്ലാസ് പാല് ഞാനിവിടെ ഒരു സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ഈ പാല് ഇനി തണിഞ്ഞതിന് ശേഷം ഒരു ബ്ലെൻഡറിൽ അവക്കാഡോയും പാലും ചേർത്തൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം. പാലിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 7 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ. ഏകദേശം 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഈ പാലിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി പാല് ഈ ബ്ലെൻഡറിലോട്ട് ഒഴിക്കാം. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കെല്ലാം മിക്സ് ചെയ്യാം. നമ്മൾക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, പിന്നെ ചൈന ഗ്രാസ് ചേർത്ത് ഉരുക്കിയെടുക്കാം. ഇത് നന്നായി ഉരുകി കിട്ടണം. ഈ ചൈന ഗ്രാസ് വെള്ളത്തിൽ കിടന്ന് നന്നായി ഉരുകി വരുന്നുണ്ട്. ഇനി മൊത്തമായിട്ട് ഇത് ഉരുക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഒരു പുഡിംഗ് ട്രേ എടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ജ്യൂസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി ജ്യൂസ് എടുത്തു വെക്കണം. കാരണം നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിൻ്റെ അടിഭാഗത്തായി ചെറിയ ചെറിയ കട്ടയുണ്ടാവും. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാന ഭാഗം ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കുന്നത്. ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ട്രേയിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ചൈന ഗ്രാസ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ചതിന് ശേഷം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഇപ്പോൾ ചെറുതായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കാരമൽ പോലെ ആവണം. പഞ്ചസാര ഇപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ് ചെയ്തിട്ടുള്ള
കാഷ്യൂ നട്ട്സ് ഫോയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് പൊടിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ പീസസ് ആക്കി മാറ്റാം. ഈ പുഡിങ്ങിനെ ഗാർണിഷ് ചെയ്യാം. ഈ കാരമലൈസ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കൂളായിട്ട് കഴിക്കാം.